ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരി ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വെറുതെ വിട്ട സംഭവത്തിൽ അപ്പീൽ കൊടുക്കണം എന്ന ആവശ്യം ഉയർന്നിരുന്നു. അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂഷനും കുട്ടിയുടെ കുടുംബവും അറിയിച്ചു. അർജുൻ തന്നെയാണ് പ്രതിയെന്നും അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്ന് വാദിച്ചു. വ്യാജ തെളിവുണ്ടാക്കി നിരപരാധികളെ പോലീസ് കൊടുക്കുന്നതിന്റെ തെളിവാണ് വണ്ടിപ്പെരിയാർ കേസെന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറയുന്നുണ്ടായിരുന്നു. പ്രതിയെ വെറുതെ വിട്ട കോടതി വിധി സർക്കാർ ഗൗരവമായി പരിശോധിക്കും എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. ഈ കോടതി വിധി ജനങ്ങളിൽ വല്ലാത്ത ഒരു രോഷവും അതേപോലെ സങ്കടവും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് നേരാണ്. പോലീസിന്റെ കഴിവുകേടും അന്വേഷണ ഉദ്യോഗസ്ഥർ കാണിച്ച പിടിപ്പുകേടുമാണ് പ്രതിയെ വെറുതെ വിടേണ്ടി വന്നത് എന്നാണ് കോടതി പറഞ്ഞത്. എന്തായാലും ഈ അന്വേഷണത്തിന്റെ മറവിൽ എന്തെങ്കിലും കലാപരിപാടികൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യം തീർച്ചയായിട്ടും സർക്കാർ അന്വേഷിക്കണം ഇന്ന് നമ്മൾ മോർണിംഗ് ഷോയിലും പറഞ്ഞു. ഈ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് അർജുൻ തന്നെയാണെന്ന് മാതാപിതാക്കളും പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥനും ഒരേ സ്വരത്തിൽ ആവർത്തിക്കുകയാണ്. അന്വേഷണവും തെളിവ് ശേഖരണവും ശരിയായ ദിശയിലായിരുന്നു എന്ന് പറയുന്ന കുടുംബം പക്ഷേ SC/ST പീഡന നിരോധന നിയമം പ്രതിക്കെതിരെ ചുമത്തുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് കുറ്റപ്പെടുത്തി. പോലീസുകാർക്ക് അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ SC ആണെന്നും അവൻ OBC ആണെന്നുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കാതെ വിട്ടുപോയി. ജില്ലാ ഓഫീസിൽ നിന്ന് എനിക്കൊരു കത്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടുകയില്ല, അത് അട്രോസിറ്റി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, ഇങ്ങനൊരു ആക്ട് ഇടാനുള്ളതും അവർ ഇട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളും ഞാൻ അറിയുന്നത്. പ്രതിയെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരപിള്ള പറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്പീൽ സമർപ്പിക്കും. ഈ വിധി റദ്ദ് ചെയ്ത് കുട്ടിക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ശാസ്ത്രീയ തെളിവുകളോടെയാണ് പ്രതിയിലേക്ക് എത്തിയതെന്നും വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനും പറഞ്ഞു. സയന്റിഫിക് ഓഫീസർ, വിരലടയാള വിദഗ്ധർ, ഫോട്ടോഗ്രാഫർ എല്ലാവരും ഈ സ്ഥലത്ത് തന്നെ ഇതിന്റെ ഇൻക്വസ്റ്റ് സമയം മുതൽ സ്ഥലത്തുണ്ട്. സീൽ ചെയ്തതാണ്. നമ്മൾ ഈ ബ്ലഡൊക്കെ സീൽ ചെയ്ത് തരുന്നത് അവർ സയന്റിഫിക് ഓഫീസറാണ് ഈ കുട്ടിയുടെ ബ്ലഡ് ഇത് സീൽ ചെയ്ത് തരുന്നത്. അവിടെ പ്രതി അർജുനെ വെറുതെ വിട്ട കോടതി വിധിയിൽ പോലീസിന് വലിയ വിമർശനം കേൾക്കേണ്ടി വന്നു. പ്രോസിക്യൂഷൻ വീഴ്ചയെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ കുറ്റപ്പെടുത്തി. ഇതെല്ലാം ഗൗരവമായി പരിശോധിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന ഒന്നല്ല ആ സാഹചര്യം. അതെന്താണെന്നുള്ളത് ഗൗരവമായി പരിശോധിക്കും. ആവശ്യമായ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള തുടർ നടപടികളും ഉണ്ടാകും. അന്വേഷണ സംഘം പരാജയപ്പെട്ടതിന്റെ കാര്യം പരിശോധിക്കണമെന്നും കുട്ടിക്ക് ഏറ്റവും നല്ല നിയമസഹായം ഒരുക്കുമെന്നും വണ്ടിപ്പെരിയാറിലെത്തിയ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഇൻവെസ്റ്റിഗേഷൻ പരാജയപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യതയെ വരെ ഇതിനകത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. മുതിർന്ന അഭിഭാഷകരുമായി സംസാരിച്ച് ഏറ്റവും നല്ല അഭിപ്രായം ഏതാണെന്ന് സ്വീകരിച്ച് അവർക്ക് അതിനാവശ്യമായിട്ടുള്ള എല്ലാ നിയമസഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 വയസ്സുകാരിക്ക് നീതി ലഭിക്കുന്നതുവരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് മാതാപിതാക്കളുടെയും പ്രോസിക്യൂഷന്റെയും നിലപാട്. സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ആലുവയിൽ 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ, ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ നമ്മുടെ പോലീസ് സംഘം കാണിച്ച മികവും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മിടുക്കുമൊക്കെ കണ്ട് കേരളം കൈയടിച്ചതാണ്. എന്നാൽ ഇക്കാര്യം വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിക്ക് കിട്ടിയില്ല എന്നതാണ് നമ്മളെ അമ്പരപ്പിക്കുന്നത്. മാത്രമല്ല പോലീസിന് കാര്യമായി തെളിവുകൾ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കോടതി പറഞ്ഞത്. പ്രോസിക്യൂഷനും പോലീസും ഒരുപോലെ ഈ കേസിൽ പരാജയപ്പെട്ടു എന്ന രീതിയിൽ കോടതി വിമർശനം വന്നു. ജനങ്ങൾ അതിനെക്കുറിച്ച് വളരെ അതിരൂക്ഷമായ ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് ഇപ്പോൾ ഉയരുന്നത്. കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മുതൽ സംഭവിക്കുന്ന ഗുരുതരമായ വീഴ്ചകൾ, കുട്ടികളെ വീണ്ടും വീണ്ടും ഇരകളാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകില്ലേ എന്ന് നാട്ടുകാർ സംശയിക്കുന്നുണ്ട്. കേൾക്കാൻ നമുക്ക്. ജനങ്ങളോട് ചോദിച്ചപ്പോൾ അമർഷത്തോടെയാണ് പല ആളുകളും ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. ഇതായിരുന്നു ജനങ്ങളുടെ പ്രതികരണങ്ങൾ. പ്രതിയെ വെറുതെ പറ്റി അമർഷമുണ്ട്. കാരണം ഞങ്ങൾ നീതിപീഠത്തിലാണ് വിശ്വസിച്ചിരുന്നത്. നീതിപീഠം ഞങ്ങൾക്ക് നീതി തന്നില്ല. പിന്നെ ഞങ്ങൾ ഇനി ആരോടാണ് ചോദിക്കേണ്ടത്? പോലീസ് പറയുന്ന എല്ലാ തെളിവും ഉണ്ടെന്ന്, പക്ഷേ കോടതി പറയുന്ന തെളിവില്ലെന്ന്. ആരെ വിശ്വസിക്കേണ്ടത്? ഞങ്ങളുടെ ഞങ്ങൾക്ക് ഈ 6 വയസ്സ് കൊച്ചിൻ്റെ നീതി കിട്ടണം. അത് മാത്രം ഞങ്ങൾക്ക് കൂടെ പറയാനുള്ളൂ. ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ അർജുനന് ലൈസൻസ് കൊടുത്ത് വിട്ടേക്കുക, അത്രേ ഉള്ളൂ പറയാനായിട്ട്. ഇപ്പം ഇത്രയും പട്ടപ്പകൽ പോലെ നടന്ന കാര്യങ്ങളെല്ലാം കോടതി മറച്ചോ പോലീസുകാർ മറച്ചോ എന്നുള്ളത് ഞങ്ങൾക്കറിയത്തില്ല. അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ എങ്കിൽ ഇങ്ങനെ ഒരു അർജുനല്ല ഇവിടെ. ഇനി വണ്ടിപ്പെരിയാർ 23 പഞ്ചായത്തിലും കുറേ അർജുന ആക്കി വിട്ടതാ.
കോടതിയാണോ ഉണ്ടാക്കിയത്, ഇനി പോലീസുകാരാണോ ഇത്രയും അവനെ ആക്കി വിട്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തായാലും ഈ കാര്യത്തിൽ സത്വരമായ നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ച് അടുത്ത വാർത്തയിലേക്ക് നമുക്ക് 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.